പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓർക്കിഡിനെ പറ്റിയാണെന്ന് പറയുന്നത് കേട്ടോ. ഇതിന് മുന്നേ നമ്മളിതൊക്കെ ഇപ്പോൾ പിരിച്ച് നട്ടിട്ട് ഇപ്പോൾ എല്ലാ ഓർക്കിഡും പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ മുട്ടായിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇതൊക്കെ ഇപ്പോൾ പിരിച്ച് നട്ടതുകൊണ്ട് തന്നെ വലിയ കൊലകളെല്ലാം ഉണ്ടാവുന്നത് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ പൂക്കളായിട്ടാണ് ഉണ്ടാവുന്നത്. ഇതൊരു നീല കളറാണ്. ഞാൻ മുമ്പേ കാണിച്ചു തന്നില്ലേ, ഇതിൻ്റെ അതുപോലുള്ള കളറാണത്. പിന്നെ ഇവിടെ നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്, അതിന്മേൽ നീലപ്പൂവാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഒരു റോസ് കളറായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇതിനെ ഒന്നിമേ തന്നെ 2 കൊലമൊക്കെ ആയിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ ഓർക്കിഡ് ഒരുപാട് ദിവസം ഈ പൂവ് നിൽക്കും കേട്ടോ, ചാടാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാതെ ഒരുപാട് ദിവസം ഈ പൂവ് ഇങ്ങനെ നിൽക്കും. 3-4 മാസമൊക്കെ ഈ പൂവ് ചാടാതെ തന്നെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ചെടി വളരെ എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണ്. ഇതൊക്കെ ഒരേ കളറുള്ള ചെടിയാണ്, ഓർക്കിഡാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ താഴെ ഒക്കെ ഒരേ കളറായിട്ടുള്ള ചെടികളാണ്. അങ്ങനെ വലിയ കൊലമായിട്ടുള്ള ചെറിയ കൊലകളായിട്ടുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് പിരിച്ച് നട്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളല്ലോ. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിന് ഇത് പിരിച്ച് നട്ടിട്ടുള്ള ഇതിൻ്റെ ഓരോ ഗ്രോത്ത് ആയിട്ടുള്ളത് ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ എല്ലാം പൂ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പൂ വരുമ്പോഴാവും ഇത് നല്ല ഭംഗിയായിട്ടുള്ള പൂ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂ, അടുത്ത വലിയ കൊലമായിട്ടുള്ള പൂക്കളുണ്ടാവും. അത് ഒരു 1/2 മീറ്ററൊക്കെ ഒരു വലിപ്പമുള്ള ചെടികളാണ്, പൂക്കളാണ് ഇനി ഉണ്ടാവുന്നത്. ഇതൊക്കെ വലിയ പൂക്കളാണ് കേട്ടോ. നല്ല വലിയ സൈസ് പൂക്കളായിട്ടാണ് ഉണ്ടാവുന്നത്. അതൊക്കെ നല്ല കളറ്, ഇങ്ങനെ അത് ശരിക്കൊരു റോസ് അല്ലാത്തൊരു വയലറ്റ് കൂടിയൊരു കളറാണ്. പിന്നെ ഇതൊക്കെ പിടിച്ച് വരുന്നുള്ളൂ കേട്ടോ. അത് ഇങ്ങനെ വേരുകളൊക്കെ കണ്ട പച്ച കളറുള്ള, അപ്പുറത്ത് ചട്ടിക്ക് ഇതിൻ്റെ വേര് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ തൈകൾ ഇങ്ങനെ അടിയിലുണ്ടായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ തൈകൾ നമ്മളിത് പിരിച്ച് നട്ടിട്ടുണ്ടായതാട്ടോ. ഒക്കെ ചെറിയ പുതിയ തൈകളാണ്. പിന്നെ അപ്പുറത്ത് ഉണ്ട്, അതും പുതിയ തൈകളാണ്. എല്ലാ ഇതിലും പുതിയ തൈകൾ വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ പുതിയ വേരുകളായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ വേരുള്ള ആ ഒരു തൈ നമുക്ക് പറിച്ച് വേറെ തൈയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ പുതിയ തൈകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അത് പിരിച്ച് നടും ചെയ്യാം. അതിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു മുന്നിൽ തന്നെ 4-5 സ്റ്റെമ്പ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കൂടുതൽ ചട്ടികളിൽ നമുക്ക് പറിച്ച് നടണമെങ്കിൽ നമുക്കത് പറിച്ച് നടാം, കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. വേറെ എല്ലാവർക്കും നമസ്കാരം.